ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇത് നമ്മൾ ചാനൽ തുടങ്ങിയ സമയത്ത് നമ്മൾ ഒരുപാട് ദുബായ് ജോബ്സിനെ പറ്റി വീഡിയോസ് ചെയ്ത സമയത്ത് ആൾക്കാർ ചോദിച്ചാണ് സെപ്പറേറ്റ് CV ഒരു ഫോർമാറ്റിന്റെ വീഡിയോ ചെയ്യുമെന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ ഒരുപാട് തവണ വീഡിയോ എടുത്തു കേട്ടോ. ഒരു കൈ അടുത്ത് തന്നെ വീഡിയോ എടുത്ത സമയത്ത് ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തതാണ്. അപ്പോൾ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒരു ഏത് CV നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ട് കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന രീതിയാണെങ്കിലും അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടുത്തേണ്ട കീവേഡ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ ഒരു നമ്മളെ ആഡ് ചെയ്യുന്ന ഒരു ഫോട്ടോ ആണെങ്കിൽ കൂടി അതിൻ്റെതായിട്ട് നമ്മൾ നല്ലൊരു ക്വാളിറ്റി കീപ്പ് ചെയ്യേണ്ടതുണ്ട്. ഞാൻ 2 സ്റ്റെപ്പായിട്ട് പറഞ്ഞുതരാം എന്തൊക്കെയാണ് അത് CV വേണ്ടതെന്നും ഏതൊക്കെ രീതിയിൽ അത് അറേഞ്ച് ചെയ്യണമെന്നും പറഞ്ഞുതരാം കേട്ടോ. ഫസ്റ്റ് CV പ്രിപ്പയർ ചെയ്യുന്ന രീതിയാണെങ്കിൽ മാക്സിമം 2 പേജ് ഉണ്ടാവാൻ പാടുള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ വളരെ ചുരുക്കി ഒരു പേജിൽ എന്തെങ്കിലുമൊക്കെ കാട്ടുകൂട്ടി വെക്കരുത്. മാക്സിമം 2 പേജ് തന്നെ പാടുള്ളൂ. നമുക്ക് കാരണം ഇപ്പൊ നമ്മൾ അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ള ആളാണെങ്കിൽ മാക്സിമം അതൊക്കെ ഉൾപ്പെടുത്തി ചെയ്യണം. പിന്നെ റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. അതായത് ഏറ്റവും ലാസ്റ്റ് ഏതാണോ വന്നത്, ഇപ്പൊ നമ്മൾ ഏറ്റവും ലാസ്റ്റ് ജോലി ചെയ്തത് അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് പഠിച്ചിറങ്ങിയത് ആ ഒരു ഓർഡറിൽ വേണം നമ്മുടെ ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ എക്സ്പീരിയൻസും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഏറ്റവും ഹൈ ക്വാളിറ്റി പിക്ചർ വേണം അതിൽ നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മൾ പഴയ +2 ഒക്കെ കഴിഞ്ഞ ഫോട്ടോസ് ഒക്കെ നമ്മൾ മാറ്റാതെ അത് തന്നെ വെച്ചുകൊണ്ടിരിക്കരുത്. നമ്മളിപ്പോ എങ്ങനെയാണോ ഒരു 6 മാസം എപ്പോഴും നമ്മൾ എല്ലാ ഫോട്ടോസും നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിലൊരു പറയുമല്ലോ, റിക്വയർമെന്റ് പറയുമല്ലോ 6 മാസം മുന്നേ ഉള്ള ഫോട്ടോ എന്ന്. അപ്പോൾ അങ്ങനെ ഒരു ഏറ്റവും നല്ല ഫോട്ടോ ക്വാളിറ്റി ഉള്ള ഒരു ഫോട്ടോ തന്നെ നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഫോർമാറ്റ് CV ഫോർമാറ്റ് ATS സിസ്റ്റം റീഡ് ചെയ്യുന്ന ഫോർമാറ്റ് ആയിരിക്കണം. അതായത് ആ കീവേഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ഇപ്പൊ ഒരു അക്കൗണ്ടിങ് എന്താ പറയാ ജോബ് അപ്ലൈ ചെയ്യുന്ന ആളാണെങ്കിൽ ഇപ്പൊ അയാൾക്ക് സോഹോ ബുക്സ് അറിയാം അല്ലെങ്കിൽ വാറ്റ് അറിയാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് അറിയാം, സോഫ്റ്റ്വെയർസ് ഒക്കെ അറിയാന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ അതിന്റെ കീവേഡ്സ് ആയിട്ട് തന്നെ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ എന്താ പറയാ ATS സിസ്റ്റം റീഡ് ചെയ്യുള്ളൂ. അല്ലാതെ ഇപ്പൊ നമ്മളിപ്പം ഒരുപാട് ഇമേജും കാര്യങ്ങളൊക്കെ കൊടുത്ത് ചെയ്യുന്ന സമയത്ത് അത് റീഡ് ആവില്ല. അപ്പൊ നമുക്ക് അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല. അപ്പൊ ഈ പ്രൈമറി സ്റ്റേജിലൊക്കെ കൂടുതലും കമ്പ്യൂട്ടറൈസ്ഡ് ആയതുകൊണ്ട് നമ്മൾ ATS റീഡ് ചെയ്യുന്ന തരത്തിലുള്ള CVs ആക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പൊ നമ്മൾ ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്ത് CV ഉണ്ടാക്കുന്ന സമയത്തും അല്ലെങ്കിൽ നമ്മൾ അല്ലാതെ മാനുവലി ഉണ്ടാക്കുന്ന സമയത്തും ഈ ഒരു ATS സിസ്റ്റം റീഡ് ചെയ്യുന്ന തരത്തിൽ മാത്രം ഉണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം ദുബായിലേക്ക് പ്രത്യേകിച്ച് നാട്ടിലൊക്കെ നമ്മൾ മാനുവലാണ് കൂടുതൽ ചെയ്യുക. ഇവിടെ അങ്ങനെ ചെയ്യുന്നുണ്ട്, പക്ഷെ കൂടുതലും വലിയ വലിയ കമ്പനീസ് വരുമ്പോൾ അപ്പൊ നമ്മൾ അങ്ങനെ ഒരു പ്രിഫറൻസ് കൊടുക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഗ്രാമർ മിസ്റ്റേക്ക് ആണ്. ഇപ്പൊ നമ്മൾ തയ്യാറാക്കുന്ന CVയിൽ ഗ്രാമർ മിസ്റ്റേക്കോ അല്ലെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്കോ ഉണ്ടാവില്ലെന്ന് നമ്മൾ ഉണ്ടായിട്ടില്ലെന്ന് ഉറപ്പ് വരുത്തണം. കാരണം നമ്മളിപ്പോൾ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കും, അത്യാവശ്യം നല്ല എഡ്യൂക്കേഷൻ ഒക്കെ ഉള്ള ആളായിരിക്കും. പക്ഷെ നമ്മളിത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ വായിച്ച് നോക്കാതെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബ്ലാക്ക് മാർക്ക് ആണ്. നമ്മളെ CV നമ്മളൊരു 3-4 തവണ വായിച്ചു നോക്കിയിട്ട് ഇതൊന്നും മിസ്റ്റേക്സ് ഒന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തണം. പിന്നെ റെഫറൻസ് കൊടുക്കേണ്ട കാര്യം പറയുകയാണെങ്കിൽ നമ്മളിപ്പം നമ്മുടെ CVന്റെ അടിയിൽ ഇപ്പൊ നമ്മൾ പ്രീവിയസ് വർക്ക് ചെയ്ത കമ്പനീന്റെ അഡ്രസ്സോ ഫോൺ നമ്പറോ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. അവരുടെ ആവശ്യപ്രകാരം നമ്മളത് കൊടുക്കാവുന്ന രീതിയിൽ ഒരു നോട്ട് കൊടുത്താൽ മതി. ഇതൊക്കെയാണ് CV പ്രിപ്പയർ ചെയ്യേണ്ട രീതികൾ കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ CVയിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണമെന്നാണ്. ഫസ്റ്റ് തന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അത് നമ്മുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ID, പിന്നെ ലിങ്ക്ഡിൻ പ്രൊഫൈല്, അതിന്റെ ലിങ്ക് ഒക്കെ കൊടുക്കാം. അതുപോലെ ഇപ്പൊ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ശരിക്കും നല്ലൊരു മെറിറ്റ് ആണ് ആ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ UAE ഉണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ നമ്മുടെ മാരിറ്റൽ സ്റ്റാറ്റസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസിൽ കൊടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത്, പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം സമ്മറിയാണ്. നമ്മളിപ്പോ ഓരോ ഞാനൊക്കെ പണ്ട് CV ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ നോക്കി കോപ്പി അടിക്കുന്ന CV ആരുടെയാണോ അതേ സമ്മറി തന്നെ കൊടുക്കുമായിരുന്നു. ഇപ്പൊ അയാളും സെയിം ഫീൽഡ് ആണെങ്കിൽ അത് തന്നെ കൊടുക്കും. ഞാൻ എന്താന്ന് വായിച്ചു പോലും നോക്കൂല. ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യരുത്. നമ്മളെ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നമ്മളെ എയിം എന്താണോ അതായിരിക്കണം നമ്മൾ അതിൽ കൊടുക്കേണ്ടത്. ഒരു 3-4 സെന്റൻസിൽ ചുരുക്കിയിട്ട് വേണം കൊടുക്കാൻ. ഒരുപാട് വാരി വലിച്ച് എഴുതരുത്. ഇപ്പൊ നമ്മളൊരു ഇന്റർവ്യൂവർ ആദ്യം നോക്കുന്നത് ആ ഒരു കാര്യമായിരിക്കും. അപ്പൊ നമ്മളെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഒരു ഡീറ്റെയിൽസ് ആ ഒരു സമ്മറിയിൽ ഉണ്ടായിരിക്കും. മൂന്നാമത്തെ കാര്യം സ്കിൽസ് ആണ്. നമ്മളിപ്പം ഏതൊരു ജോബിന് സ്കില്ല് കൊടുക്കുമ്പോഴും ഇപ്പൊ നമ്മൾ പാട്ട് പാടുന്ന ആളോ ഡാൻസ് കളിക്കുന്ന ആളൊക്കെ ആയിരിക്കാം, പക്ഷെ നമ്മൾ അതൊന്നും അല്ല അവിടെ കൊടുക്കേണ്ടത്. എന്താണ് ആ ജോബിന് വേണ്ട സ്കില്ല്? ഇപ്പൊ നമ്മൾ സെയിൽസ് ജോബ് ആണെങ്കിൽ സെയിൽസിന് എന്തൊക്കെ വേണം, അല്ലെങ്കിൽ അക്കൗണ്ടിങ് ജോബ് ആണ് അതിനെന്തൊക്കെ വേണം, അല്ലെങ്കിൽ വേറൊരു ഡിസൈനർ ആണെങ്കിൽ അതിനെന്തൊക്കെ സ്കിൽസ് വേണം. ഇതനുസരിച്ച് നമ്മൾ ഓരോ CVയിലും ഓരോ സ്കില്ലാണ് കൊടുക്കേണ്ടത്. ഇപ്പൊ ഇവിടെ വരുന്ന എല്ലാവരും സെയിം പ്രൊഫഷൻ തന്നെ ജോലിക്ക് പോകണമെന്നില്ല. ചിലർ ഫസ്റ്റ് ഒക്കെ അത് നോക്കിയിട്ട് പിന്നെ നമ്മൾ എല്ലാ ജോബിനും ട്രൈ ചെയ്യും. അപ്പൊ നമ്മൾ CV പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഓരോ ജോബിനും ഓരോ കൈൻഡ് ഓഫ് ഫോർമാറ്റ് ആയിരിക്കണം കീപ്പ് ചെയ്യേണ്ടത്. അങ്ങനെ സ്കില്ല് കൊടുക്കുന്ന സമയത്ത് നമ്മൾ അതിനനുസരിച്ച് സ്കില്ല് മാറ്റി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പിന്നത്തെ പോയിന്റ് എന്ന് പറഞ്ഞാല് വർക്ക് എക്സ്പീരിയൻസ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡറിലായിരിക്കണം ഈ വർക്ക് എക്സ്പീരിയൻസ് ഒക്കെ കൊടുക്കേണ്ടത്. അത് മാത്രമല്ല നമ്മൾ കൊടുക്കുന്ന ഓരോ ആ ഒരു എക്സ്പീരിയൻസിലും നമ്മുടെ എന്താ പറയുക നമുക്ക് എന്തൊക്കെ അറിയാമെന്നോ അല്ലെങ്കിൽ എന്തൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങൾ നമുക്ക് പ്രാവീണ്യം ഉണ്ടെന്നൊക്കെ നമ്മൾ ഒരു കീ വേർഡ്സ് ആയിട്ട് സെപ്പറേറ്റ് അതിൽ ഉണ്ടായിരിക്കണം. നമ്മളെല്ലാം കൂടി ചുരുക്കി ഒരു സെന്റൻസ് പോലെ കൊടുക്കാണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞത് ഓരോ സോഫ്റ്റ്വെയറിന്റെ പേരാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക സ്കില്ലാണെങ്കിലും നമ്മൾ സെപ്പറേറ്റ് കീ വേർഡ്സ് ആയിട്ട് കൊടുക്കാൻ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം.
ഇത്രയൊക്കെയാണ് ഒരു സി വി നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ഓരോ ജോബിനും ഓരോ കൈൻഡ് ഓഫ് സി വി ആയിരിക്കും. ഇപ്പൊ ഒരു വീഡിയോ എഡിറ്റിംഗോ അല്ലെങ്കിൽ ഡിസൈനറൊക്കെ ആണെങ്കിൽ അവരതിന്റെ ആ ഒരു കൈൻഡ് ഓഫ് ഫോർമാറ്റിലായിരിക്കും അവരുടെ സി വി, അതായത് കളർഫുൾ ആയിരിക്കും. മാക്സിമം അറിയാലോ, ഒരു ഗ്രാഫിക് ഡിസൈനർ ഒക്കെ ആണെങ്കിൽ അവരുടെ സി വി വേറൊരു രീതിയിലായിരിക്കും. ഇപ്പൊ ഒരു അക്കൗണ്ടിങ് ജോബ് ആണെങ്കിൽ അവർക്ക് ഈ പറയുന്ന പോലെ കളറും കാര്യങ്ങളൊന്നും വേണമെന്നില്ല. ഞാൻ കുറച്ച് സി വി ഫോർമാറ്റ് കൊടുക്കാട്ടോ, നിങ്ങൾ ആ ഒരു കൈൻഡ് ഓഫ് നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെ. അത് ഈ സി വി ഫോർമാറ്റ് ഒക്കെ നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ ഇഷ്ടമാണ്. ഒരുപാട് നമ്മൾ എന്താ പറയുക പിക്ചറോ അല്ലെങ്കിൽ ഇതുപോലെ കളറിങ്ങോ കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ പ്ലെയിൻ ആയിട്ടൊരു സി വി കൊടുത്താലും മതി. ഇപ്പൊ നമ്മൾ ഓരോ വീഡിയോസിലൊക്കെ കാണുന്ന പോലെ കമ്പനിക്ക് നമ്മളെ ഡീറ്റെയിൽസ് ആണ് വേണ്ടത്. നമുക്ക് എന്തൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടെന്നോ അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ അറിയാമെന്നോ അതൊക്കെയാണ് കമ്പനിക്ക് അറിയേണ്ടത്. അല്ലാതെ നമ്മൾ കുറെ ഫോട്ടോ വരച്ച് വെച്ചിട്ടോ അല്ലെങ്കിൽ കുറെ പെട്ടി വരച്ചിട്ടൊന്നും അതിലൊന്നും കാര്യമില്ല. ഇപ്പൊ ഈ കൂട്ടത്തിലാണ് ഞാൻ ചെറിയൊരു ടോപ്പിക് കൂടെ പറഞ്ഞുതരാം. നമ്മൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ എന്തൊക്കെ പ്രിപ്പറേഷൻസ് വേണമെന്നാണ് കേട്ടോ. ഏറ്റവും ആദ്യം വേണ്ടത് കോൺഫിഡൻസ് ആണ്. ഇപ്പൊ നമ്മളൊരു ഇന്റർവ്യൂവിന് പോയിട്ട് നമുക്ക് നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ പോലും പറയാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എത്ര എഡ്യൂക്കേഷൻ ഉണ്ടായിട്ടും എത്ര എക്സ്പീരിയൻസ് ഉണ്ടായിട്ടും ഒരു കാര്യമില്ല. കാരണം അവരെ അപ്പൊ മെയിൻ ആയിട്ട് ഫസ്റ്റ് ആണ് ചോദിക്കണം, നിങ്ങൾ എന്താണ് ഇൻട്രോഡ്യൂസ് ചെയ്ത സെൽഫ് എന്നാ പറയാ. അപ്പൊ നമുക്കത് പറയാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര പരാജയമായി പോകും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് റിജക്ഷൻ ഫേസ് ചെയ്യാൻ കഴിയണം. നമ്മൾ ഏത് ജോബിന് പോയാലും ഒരുപാട് ആൾക്കാരോടെ ഉണ്ടാവും. നമുക്ക് തന്നെ ജോബ് കിട്ടണമെന്നില്ലല്ലോ. ചിലപ്പോൾ നമുക്ക് കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് അവിടെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മളെക്കാട്ട് എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷനും ഒക്കെ കുറഞ്ഞ ആൾക്കാർക്ക് ജോലി കിട്ടും. അപ്പൊ നമ്മൾ ആ റിജക്ഷൻ നമ്മൾ ഫേസ് ചെയ്യാൻ കഴിയണം. അല്ല നമുക്കൊരു ജോലി കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിൽ എന്താ പറയാ സങ്കടം കാണിക്കാൻ നിന്നാൽ നമുക്ക് അതിന് നേരം കാണുള്ളൂ. ഇതല്ലെങ്കിൽ വേറൊന്ന്, നമ്മൾ ആ ജോബിന് അർഹിക്കുന്നില്ല എന്നങ്ങ് വിചാരിച്ച് നമ്മൾ നെക്സ്റ്റ് ജോബിന് വേണ്ടി എന്താ പറയാ ശ്രമിക്കാം. അതേ ചെയ്യാനുള്ളൂ. സോ നമ്മൾ റിജക്ഷൻ ഫേസ് ചെയ്യാനുള്ള മനസ്സുണ്ടായിരിക്കണം, കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. പിന്നെ നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ എത്ര നന്നാക്കാൻ പറ്റുമോ അത്ര നന്നാക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ആദ്യം ഒരു ഇന്റർവ്യൂ നമ്മൾ ചോദിക്കുന്നത് ആ കാര്യമാണ്. അതിനുശേഷമാണ് നമ്മൾ ജോലിയോട് എന്താ പറയുക ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചോദിക്കുക. ഇപ്പൊ നോർമലി ഒരു ഫ്രണ്ട് ഓഫീസ് ജോബാണ് അല്ലെങ്കിൽ വേറൊരു ജോബാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല. നമുക്ക് കോൺഫിഡൻസ് ഉണ്ടോ, സംസാരിക്കാൻ അറിയാമോ, അല്ലെങ്കിൽ എന്താ പറയാ ലാംഗ്വേജ് പ്രൊഫഷൻസി ഉണ്ടോ, ഇതൊക്കെയാണ് കൂടുതലായിട്ട് നോക്കുക. അപ്പൊ നമ്മൾ ആ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഉള്ളത് നമ്മുടെ ഡ്രസ്സാണ്. നമ്മൾ ഡ്രസ് കോഡ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളൊരു എന്താ പറയാ ഒരു പ്രൊഫഷണൽ ലുക്ക് ആയിരിക്കണം. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് എങ്ങനെയൊക്കെ ഹെയർ ഒക്കെ ഇട്ട് നമ്മൾ പോവാതെ നല്ലൊരു നീറ്റ് ലുക്കിൽ നമ്മൾ ഇന്റർവ്യൂവിനൊക്കെ പോയി കഴിഞ്ഞാലും നമ്മളെ കാണുമ്പോഴത്തേക്ക് ഒരു പോസിറ്റീവ് ആയിരിക്കും. സോ ഇതൊക്കെ നമ്മൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത് കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിരിക്കും. പെട്ടെന്ന് ജോലി കിട്ടാൻ ഇത് സഹായിക്കും കേട്ടോ. ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പൊ സി വിയുടെ കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഇന്റർവ്യൂ പ്രിപ്പറേഷന്റെ കാര്യങ്ങളാണെങ്കിലൊക്കെ നിങ്ങൾക്ക് അത് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾ സി വി അയക്കണ സമയത്ത് ഒരു രാവിലെ 6 to 8 ആ ടൈമിനുള്ളിൽ തന്നെ സി വി എല്ലാം നമ്മൾ അയക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ മാക്സിമം ഫോളോ അപ്പ് ചെയ്യുക. സി വി അയച്ചതിന് ശേഷവും നമ്മളത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അത്രയൊക്കെയുള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ എന്താ പറയുക സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താലും ഞാൻ പറഞ്ഞുതരാം. അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്തായാലും റിപ്ലൈ കേട്ടോ. പെട്ടെന്ന് റിപ്ലൈ ചെയ്തില്ലെങ്കിൽ എന്തായാലും റിപ്ലൈ ചെയ്തിരിക്കും എല്ലാവർക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ പുതിയൊരു വീഡിയോ പിന്നെയും കാണാം. ടാറ്റാ.